ഹായ് ഫ്രണ്ട്സ്, ആഞ്ജനയുടെ അക്കാഡമിക്സ് ഓൺലൈൻ ചാനലിലേക്ക് അവർക്കും സ്വാഗതം. മൈ നെയിം ഈസ് വിഷ്ണു ചിരഞ്ജിത്ത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കോഡിലൂടെ സെറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് പോകുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള ഭാഗമാണ് സൈനിക എക്സസൈസുകൾ. 2025 നടന്നിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൈനിക എക്സസൈസുകൾ നമ്മുടെ രാജ്യത്തോടൊപ്പം പങ്കെടുത്ത രാജ്യങ്ങൾ എന്ത് തരം എക്സസൈസ് ആയിരുന്നു, അത് നടന്നിരുന്ന വേദി, അവയുടെ പ്രത്യേകത എന്നിവയാണ് നമ്മൾ കോഡിലൂടെ സെറ്റ് ചെയ്ത് കുറച്ചു നേരം കൊണ്ട് തന്നെ പഠിക്കാനായിട്ട് പോകുന്നത്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, അവിടെ ജോയിൻ ചെയ്തോളൂ. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സും അവിടെ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് മിസ്സാകത്തില്ല. മാത്രമല്ല, ഈ ക്ലാസ്സിന്റെയൊക്കെ നോട്ട്സ് വേണം എന്നുണ്ട് എങ്കിൽ നിങ്ങൾ അവിടെ ചോദിച്ചാൽ മതി, ഞാൻ ക്ലാസിന്റെ നോട്ട്സ് അയച്ചു തരാം. എങ്കിൽ ക്ലാസ്സിലേക്ക് കിടക്കാം. സൂര്യകിരൺ 2025 ഇന്ത്യ ഏത് രാജ്യവുമായിട്ട് ചേർന്ന് ചെയ്തിട്ടുള്ള മിലിറ്ററി എക്സസൈസ് എന്ന് ചോദിച്ചാൽ നേപ്പാളുമായിട്ട് എന്ന് നിങ്ങൾ പറയണം. കോഡിനായിട്ട് ഇങ്ങനെ ഓർത്തോളൂ. ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ്. മൗണ്ട് എവറസ്റ്റ് 8848 മീറ്റർ ആണ് മൗണ്ട് എവറസ്റ്റിന്റെ ഉയരം. ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയാണല്ലേ. അപ്പോ സൂര്യകിരണം ആദ്യം പതിക്കുന്ന കൊടുമുടിയും ഇത് തന്നെ ആയിരിക്കും, മൗണ്ട് എവറസ്റ്റ് ഭൂമിയിൽ. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യാം. സൂര്യകിരണം ആദ്യം പതിക്കുന്നത് മൗണ്ട് എവറസ്റ്റിലാണ്, അത് സ്ഥിതി ചെയ്യുന്നത് നേപ്പാള്, യോദ്ധയിലെ നമ്മുടെ റെംപോച്ചയുടെ ഒക്കെ നാട്. അപ്പോ ഇന്ത്യ നേപ്പാൾ സൂര്യകിരണം അങ്ങനെ ഓർത്തോളൂ. ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള മിലിറ്ററി എക്സസൈസ് ആണ്. അത് നടന്നിട്ടുള്ളത് എവിടെ എന്ന് ചോദിച്ചാൽ ഉത്തരാഖണ്ഡിലെ പിത്തോർഗർ. കോഡിനായിട്ട് ഇങ്ങനെ ഓർത്തോളൂ. 2025 നടന്നിട്ടുള്ളത് ഉത്തരയുടെ പിതാവിന്റെ ഘറിൽ വെച്ചിട്ടാണ് എന്നും, അതാണ് പിത്തോർഗഡ് 19ാമത്തെ എഡിഷൻ ആണ് 2025 നടന്നിട്ടുള്ളത് എന്നും ഓർത്തോളൂ. സൂര്യകിരണം ആദ്യം പതിക്കുന്നത് ഏറ്റവും വലിയ കൊടുമുടിയായിരിക്കും, അതെവിടെ? നേപ്പാളിലാണ്, മൗണ്ട് എവറസ്റ്റ്. അങ്ങനെ കണക്ട് ചെയ്യാമല്ലോ. അങ്ങനെയെങ്കിൽ ജയ് മാക്സ്, ധർമ്മ ഗാർഡിയൻ, വീർ ഗാർഡിയൻ, ജാമാത എന്നിവ ഇന്ത്യയും ജപ്പാനും തമ്മിൽ നടക്കുന്ന എക്സസൈസ് ആണ്. കോഡിലൂടെ ഞാൻ കണക്ട് ചെയ്തു തരാം. ജയ് മെക്സ് എന്നാൽ അതിലെ JA എന്നാൽ ജപ്പാനും, I എന്നാൽ ഇന്ത്യയും എന്നും ഓർത്തോളൂ. ജപ്പാൻ ഇന്ത്യ മിക്സ് ആയിട്ടുള്ള നേവൽ മാരിടൈം എക്സസൈസ് ആണ് ഇത് എന്നും ഓർത്തോളൂ. അതിലെ JA എന്നാൽ ജപ്പാനാണ്, I എന്നാൽ ഇന്ത്യ. ജപ്പാൻ ഇന്ത്യ മിക്സ്, അതാണ് ജയ് മെക്സ്. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള നേവൽ മാരിടൈം എക്സസൈസ് ആണ്. നടന്നിട്ടുള്ളത് എവിടെ എന്ന് ചോദിച്ചാൽ ജപ്പാനിലെ യോക്കോസുക്കോയിൽ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. ജപ്പാന്റെ ദേശീയ കായിക വിനോദം എന്നാൽ സുമോ ഗുസ്തിയാണ്. സുമോ ഗുസ്തിയിലെ ഏറ്റവും ഉയർന്ന റാങ്കുകാരനെ വിളിക്കുന്നത് യോക്കോ സോണ എന്നാണ്. അപ്പോ യോക്കോ സുക്ക അതുപോലത്തെ ഒരു പേരല്ലേ. അപ്പോ ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള നേവൽ എക്സസൈസ് നടന്നിട്ടുള്ളത് അതുപോലുള്ള പേരായിട്ടുള്ള യോക്കോ സുക്കയിൽ വെച്ചിട്ടാണ്, അത് ജപ്പാനിലാണ്. അങ്ങനെയെങ്കിൽ ധർമ്മ ഗാർഡിയൻ, വീർ ഗാർഡിയൻ, ഈ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓർക്കേണ്ടത് ഇത്രയുമാണ്. നമ്മുടെ രാജ്യത്തെ കാത്തു സൂക്ഷിച്ചിട്ടുള്ള സ്വാതന്ത്ര്യ സമര പോരാളിയായിട്ടുള്ള ഗാർഡിയൻ ആരാണ്? നമ്മുടെ ലെജൻഡ് ആയിട്ടുള്ള നേതാജി അല്ലേ. അപ്പോ നമ്മുടെ രാജ്യത്തിന്റെ വേണ്ടി ഗാർഡിയന്റെ റോൾ ഏറ്റെടുത്ത മനുഷ്യനാണ്. അദ്ദേഹം മരണപ്പെട്ടു എന്ന് കരുതപ്പെടുന്നത് എവിടെയാണ്? ജപ്പാനിൽ വെച്ച് 1945 ഓഗസ്റ്റ് 18 അദ്ദേഹം മരണപ്പെട്ടു എന്ന് കരുതപ്പെടുന്നത്. അപ്പൊ നമ്മുടെ ഗാർഡിയൻ ആയിട്ടുള്ള നേതാജി മരണപ്പെട്ടിട്ടുള്ള സ്ഥലം ജപ്പാനാണ്. അങ്ങനെ കണക്ട് ചെയ്തോളൂ. ഗാർഡിയൻ എന്ന് ഉണ്ട് എങ്കിൽ നേതാജി ഇന്ത്യക്കാരനാണ്, അപ്പൊ മരിച്ചത് ജപ്പാൻ, ഇന്ത്യ ജപ്പാൻ, അങ്ങനെ കണക്ട് ചെയ്യണം. ധർമ്മ ഗാർഡിയൻ ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള മിലിറ്ററി എക്സസൈസ് ആണ്. ഇങ്ങനെ ഓർത്തോളൂ. നേതാജി ധർമ്മം കാക്കാനായിട്ട് എന്താണ് ചെയ്തത്? ക്യാപ്റ്റൻ മോഹൻ സിംഗ് 1942 സിംഗപ്പൂരിൽ വെച്ച് രൂപീകരിച്ച INA അദ്ദേഹം ചേർന്നിട്ടുള്ളത്. അതിന്റെ ഫൗണ്ടിങ് മെമ്പർ ആയിട്ടുള്ളത് രാജ് ബിഹാരി ഘോഷാണ്. അവിടെ നിന്ന് നേതാജി ഏറ്റെടുത്ത് അതിന്റെ പില്ലറായി മാറി അല്ലേ. അപ്പോ അതൊരു മിലിറ്ററി ഓർഗനൈസേഷൻ ആണ്. അപ്പോ ധർമ്മ ഗാർഡിയൻ എന്നാൽ നേതാജിയുമായിട്ട് കണക്ട് ചെയ്ത് മിലിറ്ററി ആണ്. ഇന്ത്യ ജപ്പാൻ നടന്നിട്ടുള്ളത് ഫുജിയിലാണ്. ജപ്പാനിലെ ഫുജിയിൽ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. നമ്മുടെ ധർമ്മം കാക്കാനുള്ള ഗാർഡിയന്റെ ഓർമ്മയ്ക്ക് നമ്മൾ അവിടെ പോയി മിലിറ്ററി എക്സസൈസ് നടത്തിയപ്പോഴത്തേക്കും ജപ്പാൻകാർ നമുക്ക് ഫുജി ബജി തന്നു എന്ന് ഓർത്തോളൂ. ധർമ്മ ഗാർഡിയന്റെ 6ാമത്തെ എഡിഷൻ ആണ് 2025 നടന്നത്. ധർമ്മ അതിലൊരു 6 ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഓർത്താൽ മതി. 2025 ധർമ്മ ഗാർഡിയന്റെ 6ാമത്തെ വെർഷൻ ആണ്. എങ്കിൽ വീർ ഗാർഡിയൻ 2023 അവസാനമായിട്ട് ഇന്ത്യയും ജപ്പാനും തമ്മിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതൊരു എയർഫോഴ്സ് എക്സസൈസ് ആണ്. ഇങ്ങനെ ഓർത്തോളൂ. ഗാർഡിയൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഗാർഡിയൻ ആയിട്ടുള്ള നേതാജിയെയും അദ്ദേഹം മരിച്ച ജപ്പാനെയും തമ്മിൽ കണക്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ത്യ ജപ്പാനാണ്. 2023 വീർ ഗാർഡിയൻ അവസാനമായിട്ട് നടന്നിട്ടുള്ളത്. ഇപ്രാവശ്യം നമ്മുടെ ഗാർഡിയന്റെ ഓർമ്മയ്ക്ക് വേണ്ടി
വീരം തെളിയിക്കാനായിട്ട് വന്നത് എയർഫോഴ്സ് ആണ് എന്നും ഓർത്തോളൂ. ലാസ്റ്റ് ആയിട്ട് ഇത് ഹെൽഡ് ചെയ്തിട്ടുള്ളത് ജപ്പാനിൽ വെച്ചാണ് എന്നും കണക്ട് ചെയ്തോളൂ. എങ്കിൽ ജമാത ഇന്ത്യയും ജപ്പാനും തമ്മിലാണ് 2025 കോസ്റ്റ് ഗാർഡ് സംഘടിപ്പിച്ച എക്സസൈസ് ആണ്. ജമാത, ജയ് മെക്സ് ഇതെല്ലാം ഇന്ത്യയും ജപ്പാനും തമ്മിലാണ്. ജമാതയെ ജയ് മാത എന്ന് തന്നെ ഓർത്തോളൂ. അതിലെ ജെ എന്നാൽ ജപ്പാനാണ്, ഐ എന്നാൽ ഇന്ത്യയാണ് എന്നും ഓർത്തോളൂ. അപ്പൊ ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള കോസ്റ്റ് ഗാർഡ് എക്സസൈസ് ആണ്. ചെന്നൈ കോസ്റ്റിൽ വെച്ചിട്ടാണ് ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഇന്ത്യയിൽ ആക്രമിച്ചിട്ടുള്ള ഏക സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെന്നൈ കോസ്റ്റ് ആണല്ലേ. അപ്പൊ അത് വെച്ചിട്ട് ഓർത്തോളൂ. അപ്പൊ കോസ്റ്റ് ഗാർഡ് സംഘടിപ്പിച്ചിട്ടുള്ള ജയ് മാത ചെന്നൈ കോസ്റ്റ് ആണ്. എങ്കിൽ ടൈഗർ ട്രയംഫ്, യുദ്ധ അഭ്യാസ് എന്നിവ ഇന്ത്യയും USA-യും തമ്മിലുള്ള എക്സസൈസ് ആണ് എന്ന് ഓർത്തോളൂ. ടൈഗർ ട്രയംഫ് എന്നാൽ അതിലൊരു ട്രയംഫ് ഉണ്ടല്ലേ, അത് ഡൊണാൾഡ് ട്രംപ് ആണ് എന്ന് ഓർത്തോളൂ. ഡൊണാൾഡ് ട്രംപിന്റെ സെക്കൻഡ് ടൈം ആണിത്. ഓരോ US പ്രസിഡന്റിനും 2 പ്രാവശ്യം മാത്രമേ ആ സ്ഥാനത്ത് ഇരിക്കാൻ പറ്റത്തുള്ളൂ. ഓരോ പ്രാവശ്യത്തെയും കാലാവധി 4 വർഷമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 4 വർഷമാണ് ഇനി ട്രംപിന്റെ കാലാവധി. അപ്പൊ ടൈഗർ ട്രയംഫ് 2025 നടന്നിട്ടുള്ളത് 4th ടേം ആണ്. അപ്പോ ട്രംപ് 4 വർഷം അങ്ങനെ കണക്ട് ചെയ്യാമല്ലോ. ട്രംപ് നമ്മളുമായിട്ട് ഇപ്പോ തിരുവ യുദ്ധം നടക്കുകയാണല്ലേ. ഉക്രൈൻ റഷ്യ യുദ്ധം നടക്കുന്നുണ്ട്. അതിൽ റഷ്യയുടെ കയ്യിൽ നിന്നും ഓയിൽ വാങ്ങി നമ്മളാണ് ആ യുദ്ധത്തിന് സഹായിക്കുന്നു എന്ന് ആരോപിച്ച് ട്രംപ് നമ്മുടെ നേരെ തിരുവ കൂട്ടി. അപ്പോ ട്രംപ് തിരുവ യുദ്ധം അഭ്യസിക്കുന്നത് ഇന്ത്യക്കെതിരെയാണ്. അത് വെച്ചിട്ട് ഇന്ത്യ USA ആണ് ഈ 2 എക്സസൈസും എന്ന് ഓർത്തോളൂ. ടൈഗർ ട്രയംഫ് ഒരു ജോയിന്റ് എക്സസൈസ് ആണ്. ഇന്ത്യ USA 2025 നടന്നത് ബേ ഓഫ് ബംഗാളിൽ വിശാഖപട്ടണത്ത് വെച്ചിട്ടാണ്. അങ്ങനെയെങ്കിൽ യുദ്ധ അഭ്യാസ് എന്നാൽ ഇന്ത്യയും USA-യും തമ്മിലുള്ള മിലിറ്ററി എക്സസൈസ് ആണ്. ഇന്ത്യയുടെയും USA-യുടെയും കരസേന ഭയങ്കര സ്ട്രോങ് ആണല്ലേ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരിൽ ഉള്ള മിലിറ്ററി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊന്ന് ഇന്ത്യ തന്നെയാണ്. അപ്പോ അത് വെച്ചിട്ട് കണക്ട് ചെയ്യാം. അപ്പോ USA-യുടെ ഏറ്റവും വലിയ സ്റ്റേറ്റ് തന്നെ അത് നടത്താനായിട്ട് വേണം. അപ്പോ USA-യിലെ അലാസ്കയാണ് ഏറ്റവും വലിയ സ്റ്റേറ്റ്. അവിടെ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. അവിടെ ഫോർട്ട് വെയിൻ റൈറ്റിൽ വെച്ചിട്ടാണ് യുദ്ധ അഭ്യാസ് എക്സസൈസ് നടന്നിട്ടുള്ളത്. തിരുവ യുദ്ധം അഭ്യസിക്കുന്നത് USA ഇപ്പോ ഇന്ത്യക്ക് എതിരെയാണ്. മിലിറ്ററി എക്സസൈസ് ആണ്. 2025 നടന്നിട്ടുള്ള 21ാമത്തെ എഡിഷൻ ആണ് എന്നും ഓർത്തോളൂ. എങ്കിൽ ശബദ് എക്സസൈസ് നടന്നിട്ടുള്ളത് റഷ്യ, വെളുത്ത റഷ്യ എന്നറിയപ്പെടുന്ന ബെലാറസ് എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള മിലിറ്ററി എക്സസൈസ് ആണ് ശബദ്. മുളിനോ ട്രെയിനിങ് ഗ്രൗണ്ട് റഷ്യയിൽ വെച്ചിട്ടാണ് ഇത് നടന്നിട്ടുള്ളത്. കോർഡിനായിട്ട് ഇങ്ങനെ ഓർത്തോളൂ. റഷ്യയെ യുദ്ധത്തിന് സഹായിച്ചു എന്ന് പറഞ്ഞാണ് ട്രംപ് നമുക്കെതിരെയൊക്കെ തിരിവ് കൂട്ടിയതല്ലേ. അപ്പോ ഇതിനെതിരെ റഷ്യയും വെളുത്ത റഷ്യയും ചേർന്ന് ശപഥമെടുത്തു. ട്രംപിനെ ഒരു പാഠം പഠിപ്പിക്കും. അങ്ങനെ കണക്ട് ചെയ്യാം. ശബദ് റഷ്യ ബെലാറസ് മിലിറ്ററി എക്സസൈസ് ആണ്. അത് റഷ്യയുടെ മുകളിൽ വെച്ചാണ് നടന്നതെന്ന് ഓർത്തോളൂ. മോളിനോ ട്രെയിനിങ് ഗ്രൗണ്ട് റഷ്യയിലാണ്. അങ്ങനെയെങ്കിൽ ഇന്ദ്ര പേര് സൂചിപ്പിക്കുന്ന പോലെ I എന്നാൽ ഇന്ത്യയും, IND എന്നാൽ ഇന്ത്യയും, RA എന്നാൽ റഷ്യയുമാണ് എന്ന് ഓർത്തോളൂ. ഇന്ത്യയുടെ ആദ്യത്തെ 3 ലെറ്റർ IND, പിന്നെ റഷ്യ, അതാണ് ഇന്ദ്ര. നേവൽ എക്സസൈസ് ആണ്. ഇന്ദ്രൻ എന്നാൽ ഇടിയുടെയും മിന്നലിന്റെയും ദേവനല്ലേ. അപ്പോ മഴ ഉണ്ടാവുമല്ലോ. അത് വെച്ചിട്ട് ജലം നേവൽ എക്സസൈസ് ആണ് എന്ന് ഓർത്തോളൂ. ചെന്നൈയിൽ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. ബേ ഓഫ് ബംഗാൾ ചെന്നൈയിൽ വെച്ചിട്ടാണ്. എങ്കിൽ മൈത്രി എക്സസൈസ് ഇന്ത്യയും തായ്ലാന്റും തമ്മിലുള്ള മിലിറ്ററി എക്സസൈസ് ആണ്. എവിടെ വെച്ചിട്ടാണ് നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേഘാലയയിലെ ഉംറോയ്. കോർഡിനായിട്ട് ഇങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം. മൈത്രി എന്നാൽ സുഹൃത്ത് എന്നാണ്. നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്ത് ആരായിരിക്കും? നമുക്ക് ജന്മം നൽകിയ നമ്മുടെ അമ്മ, തായ് തന്നെ ആയിരിക്കും അല്ലേ. അപ്പൊ മൈത്രി സുഹൃത്ത് എന്നാൽ തായുടെ ലാൻഡ്. ഇന്ത്യയും തായ്ലാന്റും തമ്മിലാണ്. ആ മൈത്രി എന്നാൽ മിലിറ്ററി, മൈത്രി മിലിറ്ററി എന്നും ഓർത്തോളൂ. അത് നടന്നിട്ടുള്ളത് മേഘാലയയിൽ വെച്ചിട്ടാണ്. മേഘയുടെ ഉമ്മയുടെ വീട്ടിൽ, തായ് ഉമ്മ, ഉംറോയ്, അങ്ങനെയും കണക്ട് ചെയ്യാം. അതാണ് ഉംറോയ്. അങ്ങനെയെങ്കിൽ കൊങ്കൺ 20th എഡിഷൻ ആണ് 2025 നടന്നിട്ടുള്ളത്. ഇന്ത്യയും UK-യും തമ്മിലുള്ള നേവി എക്സസൈസ് ആണ്. നമ്മുടെ വെസ്റ്റേൺ കോസ്റ്റിൽ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. കൊങ്കൺ മേഖല എവിടെ എന്ന് ചോദിച്ചാൽ നമ്മുടെ മംഗലാപുരത്തിലും ഗോവയ്ക്കൊടൊക്കെയാണ് അല്ലേ, വെസ്റ്റേൺ കോസ്റ്റിലാണ് വരുന്നത്. അപ്പൊ അവിടെ വെച്ചിട്ടാണ് കൊങ്കൺ ഇന്ത്യയും UK-യും തമ്മില്. കൊങ്കണില് 2 K ഉണ്ട്. K അല്ലേ, ആ K ആണ് UK എന്ന് ഓർത്തോളൂ. അപ്പൊ ഇന്ത്യയും UK-യും തമ്മില് വെസ്റ്റേൺ കോസ്റ്റിൽ വെച്ചിട്ട് നടന്നിട്ടുള്ള നേവി എക്സസൈസ് ആണ്. 20ാമത്തെ എഡിഷൻ ആണ്. എങ്കിൽ മൈത്രി 14ാമത്തെ എഡിഷൻ ആണ് എന്നും ഓർത്തോളൂ. എങ്കിൽ ആസ്ട്ര ഹിന്ദ് പേര് സൂചിപ്പിക്കുന്ന പോലെ ഓസ്ട്രേലിയ, ഹിന്ദ് എന്നാൽ ഹിന്ദുസ്ഥാൻ, ഇന്ത്യ തന്നെയാണ്. ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിലുള്ള മിലിറ്ററി എക്സസൈസ് ആണ്. അത് എവിടെ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർത്തിലെ ഇർവിൻ ബരാക്സിൽ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. 4ാമത്തെ എഡിഷൻ ആണ് ഓസ്ട്ര ഹിന്ദ്. ഓസ്ട്ര എന്നാൽ ഓസ്ട്രേലിയ, ഹിന്ദ് എന്നാൽ
ഹിന്ദുസ്ഥാൻ, ഇന്ത്യ, ഓസ്ട്ര ഹിന്ദ്, ആ രണ്ട് പേരും കൂട്ടി യോജിപ്പിക്കുമ്പോഴത്തേക്കും ഓസ്ട്ര ഹിന്ദ് എന്ന പേര് ബെർത്ത് ചെയ്തല്ലേ, ബെർത്ത് ചെയ്തു. യെസ്, അത് വെച്ചിട്ട് കണക്ട് ചെയ്യാം. ഓസ്ട്രേലിയയിലെ പെർത്തിൽ വെച്ചിട്ടാണ് ഇത് നടന്നിട്ടുള്ളത്, ഇർവിൻ ബാരാക്സിൽ വെച്ചിട്ടാണ്. എങ്കിൽ സമുദ്രശക്തിയുടെ 5ാമത്തെ എഡിഷൻ നടന്നിട്ടുള്ളത് ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലാണ്. സമുദ്രശക്തി നേവൽ എക്സസൈസ് ആണ്. സമുദ്രശക്തി എന്നാൽ നമ്മുടെ ഇന്ത്യക്കും ഇന്തോനേഷ്യക്കും ചുറ്റുമുള്ള ശക്തമായിട്ടുള്ള സമുദ്രം ഇന്ത്യൻ ഓഷൻ ആണല്ലേ. അപ്പൊ ഇന്ത്യൻ ഓഷന്റെ ആ പേരുമായിട്ട് സാമ്യമുള്ള രണ്ട് രാജ്യങ്ങൾ, ഒന്ന് ഇന്ത്യ, പിന്നെ ഇന്ത്യൻ ഓഷൻ, ഇന്തോനേഷ്യ. അപ്പൊ നമുക്ക് ചുറ്റുമുള്ള സമുദ്രത്തിന്റെ പേരിൽ നിന്ന് ഉടലെടുത്ത രണ്ട് രാജ്യങ്ങളാണ് ഇന്ത്യയും ഇന്ത്യൻ ഓഷൻ, ഇന്തോനേഷ്യ. അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്യാം. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള നേവൽ എക്സസൈസ് ആണ്. സമുദ്രത്തിന്റെ പേരിൽ നിന്നല്ലേ ഉത്ഭവിച്ചത്, അപ്പോ നേവി ആയിരിക്കണമല്ലോ. വിശാഖപട്ടണത്ത് വെച്ചിട്ടാണ് ഈ എക്സസൈസ് നടന്നിട്ടുള്ളത്. 2025 5ാമത്തെ ടേമാണ് സമുദ്രശക്തിയുടെ. 2025 ലാസ്റ്റ് നമ്പർ 5, അപ്പോ സമുദ്രശക്തി 5. എങ്കിൽ സ്ലിനെക്സ് 12ാമത്തെ എഡിഷൻ 2025 നടന്നത് കൊളംബോയിൽ വെച്ചിട്ടാണ്. ഇന്ത്യ ശ്രീലങ്ക തമ്മിലുള്ള നേവൽ എക്സസൈസ് ആണ്. ഇന്ത്യയും ശ്രീലങ്കയും തമ്മില് കടലിലാണ് അതിർത്തി ഇരിക്കുന്നത് അല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും നേവൽ എക്സസൈസ് ആയിരിക്കും നടന്നിട്ടുള്ളത്. സ്ലിനെക്സ് എന്നാൽ SL എന്നാൽ ശ്രീലങ്ക, IN എന്നാൽ ഇന്ത്യയാണ്, EX എന്നാൽ എക്സസൈസ്. ശ്രീലങ്കയും ഇന്ത്യയും തമ്മിലുള്ള എക്സസൈസ്. നമ്മൾ തമ്മിൽ കടലിൽ ഏറ്റവും തൊട്ടടുത്തുള്ള രാജ്യമാണ്. അപ്പോൾ സ്ലിനെക്സ് നേവൽ എക്സസൈസ് ആണ്. ശ്രീലങ്കയിലുള്ള കൊളംബോയിൽ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത് എന്ന് ഓർത്തോളൂ. 12ാമത്തെ എഡിഷൻ ആണ്. എങ്കിൽ അടുത്ത് നോക്കാനുള്ളത് ഇന്ത്യ റിപ്പബ്ലിക് ഓഫ് കൊറിയൻ നേവി എക്സസൈസിന്റെ ഫസ്റ്റ് എഡിഷൻ ആണ്. നമ്മളും സൗത്ത് കൊറിയയും ചേർന്ന് നടന്നിട്ടുള്ള ആദ്യത്തെ എഡിഷൻ ആയിട്ടുള്ള എക്സസൈസ് ആണ് ഇൻ റോക്കൻ. ആ പേരിൽ സൂചിപ്പിക്കുന്ന പോലെ ഇൻ എന്നാൽ ഇന്ത്യ, റോക്ക് എന്നാൽ ROKN, റിപ്പബ്ലിക് ഓഫ് കൊറിയൻ നേവി. ഇതൊരു നേവൽ എക്സസൈസ് ആണ്. എവിടെ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൂഷാൻ നേവൽ ബേസ് ആണ്. കൊറിയൻ സിനിമകൾ കാണുന്നവർക്കറിയാം, ട്രെയിൻ ടു ബൂഷാൻ വളരെയധികം ഫേമസ് ആയിട്ടുള്ള സിനിമയാണ്. അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ആക്ടർ ഡോൺ ലീ എന്നറിയപ്പെടുന്ന മാഡ് ഡോഗ് സുങ് ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഓസ്കാറിലൊക്കെ പോയിട്ടുള്ള സിനിമയാണ്. അപ്പോൾ അത് വെച്ചിട്ട് അറിയാം ബൂഷാൻ എന്നാൽ അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. അവിടെ വെച്ചിട്ടാണ് ഇന്ത്യയും സൗത്ത് കൊറിയയും തമ്മിലുള്ള ആദ്യത്തെ എക്സസൈസ് നടക്കുന്നത്. ഇൻ റോക്കൻ നേവൽ എക്സസൈസ് ആണ്. എങ്കിൽ സിംബെക്സ്, ബോൾട്ട്, കുരുക്ഷേത്ര എന്നിവ ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ള എക്സസൈസ് ആണ്. അതിൽ ഇങ്ങനെ ഓർത്തോളൂ, സിൻബെക്സ് എന്നാൽ അതിൽ S സിംഗപ്പൂരും I ഇന്ത്യ എന്നാണ്. സിംഗപ്പൂറും ഇന്ത്യയും തമ്മിലുള്ള ബെസ്റ്റ് എക്സസൈസ് ആണ് സിൻബെക്സ്. 32ാമത്തെ എഡിഷൻ 2025 നടന്നിട്ടുള്ളത്. സിംഗപ്പൂരിൽ വെച്ച് തന്നെയാണ് നടന്നിട്ടുള്ളത്. ഇന്ത്യയിൽ നിന്നും നേവി ഷിപ്പായിട്ടുള്ള INS സാത്പുരയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തതും ഓർത്തോളൂ. സിംഗത്തിന്റെ പുര, സാത്പുര, അങ്ങനെ കണക്ട് ചെയ്യാലോ. എങ്കിൽ ബോൾഡ് കുരുക്ഷേത്ര എന്നാൽ കുരുക്ഷേത്ര യുദ്ധവുമായിട്ട് ഓർത്തോളൂ. ഇന്ത്യ കുരുക്ഷേത്ര യുദ്ധം 2025 നടത്തിയത് ഒരു സിംഗവുമായിട്ടാണ്. അതാണ് ഇന്ത്യ സിംഗപ്പൂർ ആർമി എക്സസൈസ് ആണ്. എവിടെ വെച്ചിട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജസ്ഥാനിൽ വെച്ചിട്ടാണ്. രാജാവാണ് സാക്ഷി. ജോധ്പുരയിൽ വെച്ചിട്ട്, രാജാവിന്റെ കീഴിലുള്ള ജോധയുടെ പുരയിൽ വെച്ചിട്ടാണ് ഇന്ത്യയും സിംഗവും തമ്മിൽ കുരുക്ഷേത്ര യുദ്ധം 2025 നടന്നത്. 14ാമത്തെ എഡിഷൻ ആണ്. എങ്കിൽ കാൻകോസ്റ്റ്, നൊമാഡിക് എലിഫന്റ് എന്നിവ ഇന്ത്യയും മംഗോളിയയും തമ്മിലുള്ള മിലിറ്ററി എക്സസൈസ് ആണ്. രണ്ടും നടന്നിട്ടുള്ളത് മംഗോളിയയിൽ വെച്ച് തന്നെയാണ്. ഇങ്ങനെ ഓർത്തോളൂ. ഖാൻ എന്നാൽ ചെങ്കിസ് ഖാനെ വെച്ച് ഓർത്തോളൂ. ചെങ്കിസ് ഖാൻ മംഗോളിയക്കാരനാണ്. എങ്കിൽ നൊമാഡിക് എലിഫന്റ് എന്നാൽ ചെങ്കിസ് ഖാൻ നമ്മുടെ രാജ്യത്ത് യുദ്ധം ചെയ്യാൻ കൊണ്ടുവന്ന മാഡ് ആയിട്ടുള്ള എലിഫന്റിനെയും വെച്ച് ഓർത്തോളൂ. അപ്പൊ മംഗോളിയക്കാരനാണ് ചെങ്കിസ് ഖാൻ, അദ്ദേഹം കൊണ്ടുവന്ന എലിഫന്റും മാഡാണ്. ഇന്ത്യ മംഗോളിയ മിലിറ്ററി എക്സസൈസ് നടന്നിട്ടുള്ളത് കാൻകോസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ 5 ഹിൽസ് ട്രെയിനിങ് ഏരിയ മംഗോളിയ. ചെങ്കിസ് ഖാൻ ട്രെയിനിങ്ങിനെടുത്ത 5 ഹില്ല് വെച്ചിട്ട് ഓർത്തോളൂ. എങ്കിൽ നൊമാഡിക് എലിഫന്റ് ആണ് എന്നുണ്ടെങ്കിൽ മംഗോളിയയുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള ഉലാൻ ബത്താറിൽ വെച്ച് തന്നെയാണ് നടന്നിട്ടുള്ളത്. ഇത് കണക്ട് ചെയ്യാമല്ലോ. എങ്കിൽ നമുക്ക് അടുത്ത് നോക്കാനായിട്ട് പോകുന്നത് ഓപ്പറേഷൻ ശക്തി, ഓപ്പറേഷൻ വരുണ, ഓപ്പറേഷൻ ഗരുഡ. ഇത് മൂന്നും ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള എക്സസൈസ് ആണ്. കോർഡിനായിട്ട് ഇങ്ങനെ ഓർത്തോളൂ. നമ്മുടെ ഏറ്റവും വലിയ ശക്തി നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കും. അതാണ് ഫ്രാൻസ് എന്ന് ഓർത്തോളൂ. ആ ഫ്രണ്ടിന്റെ പേരാണ് വരുണും. അദ്ദേഹത്തിനൊരു പെറ്റുണ്ട്, ഫ്രണ്ട് ഉണ്ട്, അതാണ് ഗരുഡൻ. അങ്ങനെ കണക്ട് ചെയ്യാമല്ലോ. അപ്പൊ നമ്മുടെ ശക്തി ഫ്രണ്ടാണ്, ആ ഫ്രണ്ട് വരുണാണ്, അദ്ദേഹത്തിന്റെ ഫ്രണ്ടാണ് പെറ്റായിട്ടുള്ള ഗരുഡൻ. ശക്തി, വരുണ, ഗരുഡ, ഇത് മൂന്നും ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ളതാണ്. ഇന്ത്യയുടെ ഫ്രണ്ട്സ്, അതാണ് ഫ്രാൻസ് എന്ന് ഓർത്തോളൂ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം.
ശക്തിയുടെ 8ാമത്തെ എഡിഷൻ ആണ് 2025 നടന്നിട്ടുള്ളത്. മിലിറ്ററി എക്സസൈസ് ആണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി ഇന്ത്യൻ മിലിറ്ററി ആണല്ലേ. അപ്പോ ഫ്രണ്ട്സുമായിട്ടും ശക്തി കാണിക്കുന്നത് മിലിറ്ററി വഴിയാണ് എന്ന് ഓർത്തോളൂ. ഫ്രാൻസിലെ ലാ കാവൽറിയിൽ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ വരുണ, പേരിൽ സൂചിപ്പിക്കുന്ന പോലെ ഫ്രണ്ടിന്റെ പേര് തന്നെയാണ് വരുണ. എന്നാൽ വരുണയുടെ അർത്ഥം എന്നാൽ ജലം എന്നാണ്. അപ്പോ നേവൽ എക്സസൈസ് ആയിരിക്കുമല്ലോ. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള നേവൽ എക്സസൈസ് ആണ്. 23ാമത്തെ എഡിഷൻ ആണ് 2025 നടന്നിട്ടുള്ളത്. എവിടെ വെച്ചിട്ട് എന്ന് ചോദിച്ചാൽ അറേബ്യൻ സീയിൽ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. എങ്കിൽ ഗരുഡ, വരുണന്റെ പെറ്റും ഫ്രണ്ടുമാണ് ഗരുഡൻ എന്ന് പറഞ്ഞു. ഗരുഡൻ പറക്കുമല്ലേ. അപ്പോ എയർ എക്സസൈസ് ആണ്, എയർഫോഴ്സ് ആണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ മോണ്ട് ഡി മാർസൻ ഫ്രാൻസിൽ വെച്ചിട്ടാണ് ഇത് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ശക്തിയും ഗരുഡയും കണ്ടക്ട് ചെയ്തിട്ടുള്ളത് ഫ്രാൻസിലും, വരുണനാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ അറേബ്യൻ സീയിലും ആണ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള എക്സസൈസുകളാണ് ഇത് എന്നും ഓർത്തോളൂ. എങ്കിൽ ഡെസേർട്ട് ഫ്ലാഗ് ഇന്ത്യയും UAE തമ്മിലുള്ള എയർ എക്സസൈസ് ആണ്. അൽ ദഫ്ര എയർബേസ് UAE വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. 10ാമത്തെ എഡിഷൻ ആണ്. നമുക്ക് ഡെസേർട്ട് എന്ന് ഓർമ്മ വരുന്ന, ഡെസേർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും, മരുഭൂമി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഓർമ്മ വരുന്ന എവിടെയായിരിക്കും? അറേബ്യ അല്ലേ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അല്ലെ. നമ്മള് അറേബ്യൻ നാട്ടിൽ പോകുമ്പോഴായിരിക്കും അവിടെ ധാരാളം പ്രവാസികൾ മരുഭൂമിയിൽ കിടന്ന് പണിയെടുക്കുന്നത്. അത് UAE ആണ്. അപ്പോ ഡെസേർട്ട് ഫ്ലാഗ് എന്നാൽ മരുഭൂമിയിലുള്ള ഫ്ലാഗ്, അങ്ങനെ കണക്ട് ചെയ്യാം. ഇന്ത്യ UAE എയർ എക്സസൈസ് ആണ്. അൽ ദഫ്ര എയർബേസ് UAE വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. അടുത്ത് നോക്കാനുള്ളത് കാഞ്ചാർ, പേരിൽ സൂചിപ്പിക്കുന്ന പോലെ കാഞ്ചാർ എന്നാൽ കഞ്ചാവ് എന്ന് ഓർത്തോളൂ. കഞ്ചാവ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇറങ്ങുമല്ലേ. യെസ്, ഇന്ത്യയും കിർഗിസ്ഥാനും തമ്മിലുള്ള എക്സസൈസ് ആണ് കാഞ്ചാർ. 12th എഡിഷൻ ആണ് 2025 നടന്നിട്ടുള്ളതെന്ന് ഓർത്തോളൂ. ഇന്ത്യൻ ആർമിയുടെ പാരച്യൂട്ട് റെജിമെന്റ് ആണ് ഇതിൽ പങ്കെടുത്തിട്ടുള്ളത്. കഞ്ചാവ് അടിച്ച് കിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പറക്കുമല്ലേ, അതാണ് പാരച്യൂട്ട്. ഇന്ത്യൻ ആർമിയാണ്. ഓക്കെ, എവിടെ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിർഗിസ്ഥാനിലെ ടോക്മോക്കിലാണ്. കഞ്ചാവ് അടിച്ച് കിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ടോക്കിക്കൊണ്ടിരിക്കും എന്ന് ഓർത്തോളൂ, അതാണ് ടോക്മോക്ക്. എങ്കിൽ ഡസ്റ്റ് ലിക്ക് എന്നാൽ പൊടി എന്ന് ഓർത്തോളൂ. നമ്മൾ ഇന്ത്യക്കാർ എവിടെയെങ്കിലും ഒക്കെ വീണ് കഴിഞ്ഞാൽ ബാക്കിലെ സ്ഥാനത്തിൽ പൊടിയാകുമല്ലേ, ബാക്കിലെ സ്ഥാനം. യെസ്, ആ സ്ഥാനമാണ് ഉസ്ബെക്കിസ്ഥാൻ. ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ. ഡസ്റ്റ് ലിക്ക് എന്നാൽ ഡസ്റ്റ് ഇന്ത്യക്കാരുടെ ബാക്കിലെ സ്ഥാനത്തായി എന്ന് ഓർത്തോളൂ. ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ ഡസ്റ്റ് ലിക്ക് 6th എഡിഷൻ ആണ് 2025 നടന്നിട്ടുള്ളത്. പൂനെയിലെ ഔദില് വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. ബാക്കില് പൊടിയാവുമ്പോ ഡ്രസ് എല്ലാം അഴുക്കാവും അല്ലെ, ആദിയാവും. അതാണ് ഔദ്, പൂനെ. എങ്കിൽ അടുത്ത് നോക്കാനുള്ളത് ബോംഗ സാഗർ സംപ്രീതി. രണ്ടും ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള എക്സസൈസ് ആണ്. ബോംഗോ സാഗർ എന്നാൽ നമ്മുടെ ബേ ഓഫ് ബംഗാൾ അല്ലെ, ബംഗാൾ ഓഷ്യന് അതേപോലുള്ള പേരല്ലേ, അതാണ് ബോംഗോ സാഗർ. ബംഗാൾ ഓഷ്യൻ എന്നാൽ സാഗരം എന്നും ബംഗാൾ എന്നാൽ ബോംഗോ എന്നും ഓർത്തോളൂ. അപ്പൊ ആ പേരിലുള്ള രാജ്യമാണ് ബംഗ്ലാദേശ്. അപ്പൊ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള നേവൽ എക്സസൈസ് ആണ് ബോംഗോ സാഗർ. സാഗർ എന്നാൽ നേവലും ആയിരിക്കുമല്ലോ. അപ്പൊ ഇന്ത്യ ബംഗ്ലാദേശാണ് ബേ ഓഫ് ബംഗാളിൽ വെച്ച് തന്നെയാണ് നടന്നിട്ടുള്ളത്. ബോംഗോ സാഗർ എന്നാൽ ബംഗ്ലാദേശ്, ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലാണ്. എങ്കിൽ സംപ്രീതി 2023 സംപ്രീതിയുടെ ലാസ്റ്റ് എഡിഷൻ നടന്നിട്ടുള്ളത്. 11ാമത്തെ എഡിഷൻ ആണ് 2023 നടന്നിട്ടുള്ളത്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള മിലിറ്ററി എക്സസൈസ് ആയിരുന്നു. ഇപ്പോ അത്ര സംതൃപ്തി അല്ല നമ്മൾ ആ രാജ്യവുമായിട്ട്. അവരുമായിട്ട് പണ്ട് നല്ല സംതൃപ്തിയിലായിരുന്നപ്പോ 2023 ലാസ്റ്റ് എഡിഷൻ നടന്നത്. ഇപ്പോ സംതൃപ്തിയിലല്ലാത്ത നമ്മുടെ പാകിസ്ഥാൻ അല്ലാത്ത മറ്റൊരു അയൽ രാജ്യത്തെ കുറിച്ച് ഓർത്താൽ മതി. അത് ബംഗ്ലാദേശാണ്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള മിലിറ്ററി എക്സസൈസ് ആണ്. എവിടെ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേഘാലയയിലെ ഉംറോയിൽ. ബംഗ്ലാദേശ് അതിർത്തി പങ്കിടുന്നത് നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുമായിട്ടാണ് അല്ലെ, നോർത്ത് ഈസ്റ്റ്. അപ്പൊ നോർത്ത് ഈസ്റ്റിന്റെ ഉംറത്ത് വെച്ചിട്ടാണ് ഈ എക്സസൈസ് കണ്ടക്ട് ചെയ്തതെന്ന് ഓർത്തോളൂ. അതാണ് ഉംറോയ് മേഘാലയ. 11ാമത്തെ എഡിഷൻ ആണ് 2023 നടന്നിട്ടുള്ളത്. എങ്കിൽ ബ്രൈറ്റ് സ്റ്റാർ സൈക്ലോണ്. പിരമിഡ് വെച്ച് ഓർത്തോളൂ. പിരമിഡില് സൂര്യൻ അടിക്കുമ്പോൾ ഭയങ്കര ബ്രൈറ്റ് ആണ്. സൂര്യൻ സ്റ്റാർ അല്ലേ, അവിടെ സൂര്യപ്രകാശം ഏൽക്കുമ്പോഴത്തേക്കും ബ്രൈറ്റ് സ്റ്റാർ ആണ്. എന്നാൽ അവിടെ സൈക്ലോൺ വീശുന്നതും ആലോചിച്ചോളൂ. പിരമിഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഈജിപ്തിലെ പിരമിഡില് സൂര്യപ്രകാശം ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് അടിക്കുന്നു. അവിടെ സൈക്ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുഴലിക്കാറ്റാണല്ലേ, സൈക്ലോണും വീശുന്നത് ഓർത്തോളൂ. എങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാം. ബ്രൈറ്റ് സ്റ്റാർ നമ്മൾ പറഞ്ഞ പോലെ പിരമിഡ് വെച്ചിട്ട് ഈജിപ്ത് ആണ്. ഈജിപ്ത് USA ആണ് മെയിൻ ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതായത് മിലിറ്ററി എക്സസൈസ് ആണ്. കൂടെ സൗദി, ഇന്ത്യ പിന്നെ മറ്റു രാജ്യങ്ങളും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്ന് ഓർത്തോളൂ. എങ്കിൽ സൈക്ലോണും ഇന്ത്യയും ഈജിപ്തും തമ്മിലുള്ള മിലിറ്ററി എക്സസൈസ് ആണ്. ഇത് രണ്ടും മിലിറ്ററി എക്സസൈസ് ആണ്.
സൈക്ലോൺ നടന്നിട്ടുള്ള എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാജൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചേഴ്സ് രാജസ്ഥാനിൽ വച്ചിട്ടാണ്. പിരമിഡിന്റെ നാട്ടുകാരെ നമ്മുടെ രാജാവിന്റെ സ്ഥാനത്തോട്ട് വിളിച്ചു വരുത്തി. പേര് സൈക്ലോൺ. ഇന്ത്യ ഈജിപ്ത് മിലിറ്ററി എക്സസൈസ് ആണ് എന്ന് ഓർത്തോളൂ. എങ്കിൽ എക്വേരിയന്റെ 14ാമത്തെ എഡിഷനാണ് 2025 നടന്നിട്ടുള്ളത്. എക്വേരിയൻ എന്നാൽ വീരൻ എന്ന് ഓർത്തോളൂ. വീരന് മാല നൽകുമല്ലേ, വീരന് ഇന്ത്യക്കാർ മാല നൽകി എന്ന് ഓർത്തോളൂ. യെസ്, ഇന്ത്യ മാലഡീവ്സ് തമ്മിലുള്ള ആർമി എക്സസൈസ് ആണ്. വീരന് മാല നൽകി. ഇന്ത്യ മാലഡീവ്സ് ആണ് നടന്നിട്ടുള്ളത്. നമ്മുടെ കേരളത്തിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് ഈ വീരന് മാല നൽകിയെന്നും നിങ്ങൾ കണക്ട് ചെയ്തോളൂ. എങ്കിൽ പ്രചണ്ഡ് എക്സസൈസ് നടന്നിട്ടുള്ളത് ഇന്ത്യയുടെ ഡിഫൻസ്, ആർമി, നേവി, എയർഫോഴ്സ് എന്നിവ ചേർന്നിട്ടുള്ള ഹെലികോപ്റ്റർ എക്സസൈസ് ആണ് പ്രചണ്ഡ് എന്ന് ഓർത്തോളൂ. ചെണ്ട് കൊടുത്തത് അരുണിനാണ് എന്നും കണക്ട് ചെയ്യാം. യെസ്, അരുണാചൽ പ്രദേശിൽ വെച്ചിട്ടാണ് പ്രചണ്ഡ് എക്സസൈസ് നടന്നിട്ടുള്ളത് 2025. എങ്കിൽ മലബാർ, സീ ഡ്രാഗൺ, ലാ പെറൂസെ, ഇതിൽ മൂന്നിലും മെയിൻ ആയിട്ട് ഇത് കണ്ടക്ട് ചെയ്തിട്ടുള്ളത് കോർഡിനേഷൻസ് ആണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇങ്ങനെ കണക്ട് ചെയ്തോളൂ. മലബാർ ഏരിയയിൽ ഒരു സീ ഡ്രാഗൺ ഒളിച്ചിരുന്നു. അങ്ങനെ കണക്ട് ചെയ്തോളൂ. അല്ലെങ്കിൽ മലയിലുള്ള ബാറിൽ സീ ഡ്രാഗൺ ഒളിച്ചിരുന്നു എന്നും ഓർത്തോളൂ. അപ്പൊ അവരെ പിടിക്കാനായിട്ട് സ്ക്വാഡ് ഇറങ്ങി. ആ സ്ക്വാഡ് USA നിന്നുള്ള സ്ക്വാഡാണ്. അവർ ജയ് വിളിച്ചുകൊണ്ടാണ് ഇറങ്ങിയെന്നും ഓർത്തോളൂ. അപ്പൊ കോർഡിനേഷൻ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ USA, ജയ് എന്നാൽ ജപ്പാൻ, അതിലെ A എന്നാൽ ഓസ്ട്രേലിയ, I എന്നാൽ ഇന്ത്യ എന്നും ഓർത്തോളൂ. അപ്പോ മലബാറിന്റെ 29th എഡിഷൻ 2025 നടന്നിട്ടുള്ളത്. കോർഡിനേഷൻ ആണ്. ഇന്ത്യയിൽ നിന്നും INS സഖ്യാദ്രിയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത്. നോർത്തേൺ പസഫിക് ഏരിയയിലുള്ള ഗൗം എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഇത് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. കോർഡിനേഷൻ എന്നാൽ ഇത്രയും പേര് ചേർന്നാണ് ഇതിനിറങ്ങിയത്. അപ്പോൾ ഗം പോലെ ഒട്ടിയിരിക്കും നോർത്തേൺ പസഫിക് ഓഷ്യനിൽ വെച്ചിട്ട്. എങ്കിൽ സീ ഡ്രാഗനെ പിടിക്കാനാണ് കോർഡിനേഷൻ ഇറങ്ങിയെന്ന് പറഞ്ഞല്ലേ. മലബാർ, സീ ഡ്രാഗൺ രണ്ടിലും മെയിൻ ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ഉള്ളത് കോർഡിനേഷൻ ആണ്. എങ്കിൽ സീ ഡ്രാഗൺ വരുമ്പോഴത്തേക്കും കോർഡിനേഷൻ ആണ് ഇറങ്ങിയിട്ടുള്ളത്. ഈ സീ ഡ്രാഗനെ കറിവെച്ച് തിന്നാനായിട്ട്, കുറിക്കാനായിട്ട് സൗത്ത് കൊറിയക്കാരും ഇതിന്റെ കൂടെ ചേർന്നു എന്നും ഓർത്തോളൂ. അതും നടന്നിട്ടുള്ളത് ഗം നോർത്ത് പസഫിക് ഏരിയയിൽ വെച്ചിട്ടാണ്. അപ്പൊ സൗത്ത് കൊറിയയും കൂടെ വരുമ്പോ വീണ്ടും ഗം പശ പോലെ ഒട്ടിയിരിക്കുമല്ലേ, അങ്ങനെ കണക്ട് ചെയ്യാം. അപ്പൊ സീ ഡ്രാഗനെ പിടിക്കാനായിട്ട് കോർഡിനേഷന്റെ കൂടെ അതിനെ കിട്ടുമ്പോ കുറിക്കാനായിട്ട് സൗത്ത് കൊറിയക്കാരും വന്നു എന്ന് ഓർത്തോളൂ. എങ്കിൽ ലാ പെറോസെ എക്സസൈസ് 2025 നടന്നിട്ടുള്ളത്. കോർഡിനേഷന്റെ കൂടെ ഫ്രാൻസ്, കാനഡ, മലേഷ്യ, സിംഗപ്പൂർ, ഇന്തോനേഷ്യ ഇത്രയും പേര് അതിനോടൊപ്പം കൂടെ ചേർന്നു. കോർഡിനേഷൻ USA ജയ് വിളിച്ചു എന്നാണ്. USA, ജെ എന്നാൽ ജപ്പാന്, A എന്നാൽ ഓസ്ട്രേലിയ, ഇന്ത്യ, പിന്നെ കൂടെ ഫ്രാൻസ്, കാനഡ, മലേഷ്യ, സിംഗപ്പൂർ, ഇന്തോനേഷ്യ എന്നിവർ ചേർന്നു എന്നും ഓർത്തോളൂ. അത് മലാക്ക സുണ്ട ഏരിയയിലാണ്, ഇൻഡോ പസഫിക് ഏരിയ ആണ്, അവിടെ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളതെന്ന് കണക്ട് ചെയ്തോളൂ. എങ്കിൽ ഓഷ്യൻ സ്കൈ എയർ എക്സസൈസ് ഇന്ത്യ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അത് കാനറി ഐസ്ലാൻഡ്, സ്പെയിനിൽ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. നാറ്റോയിൽ അംഗമല്ലാത്ത ആദ്യത്തെ രാജ്യമായിട്ടാണ് ഇന്ത്യ ഇതിൽ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ഓഷ്യൻ സ്കൈ നാറ്റോ രാജ്യങ്ങളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. സ്പെയിനിൽ വെച്ചിട്ടാണ് എന്നും ഓർത്തോളൂ. ഇതിനെന്തെങ്കിലും കോഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. എങ്കിൽ നാറ്റ്പോൾ റെക്സ് എന്നാൽ നാഷണൽ ലെവൽ പൊല്യൂഷൻ എക്സസൈസ്. നാറ്റ്പോള് എന്നാൽ നാഷണൽ ലെവൽ പൊല്യൂഷൻ. ആ പോൾ എന്നാൽ പൊല്യൂഷൻ എന്ന് ഓർത്തോളൂ. അത് എവിടത്തെ പൊല്യൂഷൻ എന്നാൽ കോസ്റ്റ് ഏരിയയിലുള്ള പൊല്യൂഷൻ ആണ് എന്നും ഓർത്തോളൂ. അപ്പോ ചെന്നൈ കോസ്റ്റിൽ വെച്ചിട്ടാണ് ഇത്. കോസ്റ്റ് ഗാർഡാണ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ കോസ്റ്റൽ ഏരിയയിൽ ചെന്നൈയിൽ വെച്ചിട്ടുള്ള ധാരാളം എക്സസൈസ് 2025 നടന്നിട്ടുണ്ടല്ലേ. അപ്പൊ നാറ്റ്പോൾ റെക്സ് എന്നാൽ പൊല്യൂഷൻ കോസ്റ്റ് ഏരിയ, അത് ചെന്നൈ ആണെന്നും ഓർത്തോളൂ. അപ്പോൾ ഈ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് നോക്കാനുള്ളത്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, അവിടെ ജോയിൻ ചെയ്തോളൂ. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസിന്റെ ലിങ്കും ഞാൻ അവിടെ ഷെയർ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ക്ലാസ് മിസ്സാകത്തില്ല. ഈ ക്ലാസിന്റെ നോട്ട് വേണം എന്നുണ്ട് എങ്കിൽ അവിടെ ചോദിച്ചാൽ മതി, ഞാൻ അയച്ചേക്കാം. അപ്പൊ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണ് എന്നുണ്ടെങ്കിലും കമന്റ് ചെയ്ത് അറിയിക്കാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. വിഷ്ണു ജി രഞ്ജിത്ത്. പഠിക്കൂ പഠിച്ചുകൊണ്ടിരിക്കൂ.